PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിൽ നിന്നും 7ാമത്തെ മൊഡ്യൂളിലെ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗോഷ്യബിലിറ്റി, ടൈപ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സുമായി ബന്ധപ്പെട്ട നിയമമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. ഇത് ഡ്രാഫ്റ്റ് ചെയ്തത് ഇന്ത്യൻ ലോ കമ്മീഷനാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1881. 1881 ഡിസംബർ 9 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പാസ്സായത്. ഇത് നിലവിൽ വന്നത് 1882 മാർച്ച് 1. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1881 ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 മാർച്ച് 1882. 2018 അമെൻമെൻറ്റ് അനുസരിച്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിന് 148 സെക്ഷൻസും 17 ചാപ്റ്റേഴ്സും ഉണ്ട്. ഇതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. സെക്ഷൻ 4 പ്രൊമിസറി നോട്ട്. നമുക്കറിയാം പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, ഇതെല്ലാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം നമുക്ക് സെക്ഷൻ മാത്രം പറഞ്ഞു പോകാം. സെക്ഷൻ 4 പ്രൊമിസറി നോട്ട്, സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സെക്ഷൻ 6 ചെക്ക്, സെക്ഷൻ 6 സബ്സെക്ഷൻ എ ഇലക്ട്രോണിക് ചെക്ക്, സെക്ഷൻ 6 സബ്സെക്ഷൻ ബി ട്രങ്കേറ്റഡ് ചെക്ക്, സെക്ഷൻ 7 ഡ്രോവർ, ഡ്രോയി, പേയി, സെക്ഷൻ 8 ഹോൾഡർ, സെക്ഷൻ 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, സെക്ഷൻ 10 പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്, സെക്ഷൻ 11 ബിയറർ ഇൻസ്ട്രുമെൻറ്റ്, സെക്ഷൻ 12 ഫോറിൻ ബിൽ, സെക്ഷൻ 13 ഓർഡർ ഇൻസ്ട്രുമെൻറ്റ്സ്, സെക്ഷൻ 13 സബ്സെക്ഷൻ 1 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 13 സബ്സെക്ഷൻ 1 സെക്ഷൻ 14 നെഗോസിയേഷൻ, സെക്ഷൻ 15 എൻഡോഴ്സ്മെൻറ്റ്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. സെക്ഷൻ 52 സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻറ്റ്, സെക്ഷൻ 85A ഡിമാൻഡ് ഡ്രാഫ്റ്റ്, സെക്ഷൻ 87 എഫക്റ്റ് ഓഫ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ, സെക്ഷൻ 99 നോട്ടിംഗ്, സെക്ഷൻ 100 പ്രൊട്ടസ്റ്റിംഗ്, സെക്ഷൻ 123 ജനറൽ ക്രോസിംഗ്, സെക്ഷൻ 124 സ്പെഷ്യൽ ക്രോസിംഗ്. ക്രോസിംഗ് എന്താണ്, ജനറൽ ആൻഡ് സ്പെഷ്യൽ ക്രോസിംഗ് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സെക്ഷൻ 125 ഹൂ ക്യാൻ ക്രോസ് എ ചെക്ക്, സെക്ഷൻ 127 ഡബിൾ ക്രോസിംഗ്, സെക്ഷൻ 128 പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്കർ, സെക്ഷൻ 130 നോൺ നെഗോഷ്യബിൾ ക്രോസിംഗ്, സെക്ഷൻ 131 പ്രൊട്ടക്ഷൻ ഫോർ കളക്ടിംഗ് ബാങ്കർ, സെക്ഷൻ 138 ഡിസോണർ ഓർ ബൗൺസിംഗ് ഓഫ് ചെക്സ്. ഇത്രയും സെക്ഷൻസാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്റ്റിൽ നമുക്ക് പ്രധാനമായും പഠിച്ചിരിക്കേണ്ടത്. അടുത്തത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്? നെഗോഷ്യബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ട്രാൻസ്ഫറബിൾ എന്നാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് മീൻസ് എനി റിട്ടൺ ഡോക്യുമെൻറ്റ് ക്രിയേറ്റിംഗ് എ റൈറ്റ് ഇൻ ഫേവർ ഓഫ് സം പേഴ്സൺസ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൻ്റെ സെക്ഷൻ 13 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. According to section 13 of the act defines negotiable instruments as a promissory note, bill of exchange or check payable either to order or to bearer. ഇങ്ങനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ. സെക്ഷൻ 13 പ്രകാരം 3 ടൈപ്പ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണുള്ളത്. പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൻ്റെ സെക്ഷൻ 4 പ്രൊമിസറി നോട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സെക്ഷൻ 6 ചെക്ക്, സെക്ഷൻ 6 സബ്സെക്ഷൻ എ ഇലക്ട്രോണിക് ചെക്ക്, സബ്സെക്ഷൻ ബി ട്രങ്കേറ്റഡ് ചെക്ക്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെൻറ്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ ഡോക്യുമെൻറ്റ് ആയിരിക്കണം. അതിൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. Negotiable instrument must be written and signed by the parties according to the rules relating to promissory note, bill of exchange and check.
പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് ഇതിലേതായാലും അതിൻ്റേതായ റൂൾ അനുസരിച്ചായിരിക്കണം ആ ഒരു ഇൻസ്ട്രുമെൻ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് നെഗോഷ്യബിലിറ്റി. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നെഗോഷ്യബിലിറ്റി. ഇത് ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അടുത്തത് ഇറ്റ് മസ്റ്റ് ബി ആൻ അൺകണ്ടീഷണൽ ഓർഡർ ഓർ പ്രോമിസ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ഓർഡർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പ്രോമിസ് ആയിരിക്കും. ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിലാണെങ്കിൽ അതൊരു ഓർഡറാണ്, തരണം എന്ന് പറയുന്നതാണ്. പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു പ്രോമിസാണ്, തരാം എന്ന് പറയുന്നതാണ്. അടുത്തത് മണി. ഇറ്റ് ഇൻവോൾവ്സ് പേയ്മെൻറ്റ് ഓഫ് സെർട്ടൻ സം ഓഫ് മണി. ഈ തരണം അല്ലെങ്കിൽ തരാം എന്ന് പറയുന്നത് എന്താണ്? മണിയാണ്. എന്തായാലും മണിയുമായി ബന്ധപ്പെട്ട, പണവുമായി ബന്ധപ്പെട്ടായിരിക്കണം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. അടുത്തത് ടൈറ്റിൽ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിന് പ്രോപ്പറായിട്ടുള്ള ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ടൈറ്റിൽ രണ്ട് തരത്തിലുണ്ട്, ഹോൾഡറും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സും. ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഹോൾഡർ മീൻസ് എനി പേഴ്സൺ എൻടൈറ്റിൽഡ് ഇൻ ഹിസ് ഓൺ നെയിം ടു ദ പൊസഷൻ thereof and to receive and recover the amount due from the parties thereto. ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിലുള്ള പേര് ആരുടെയാണോ അയാളെയാണ് ഹോൾഡർ എന്ന് പറയുന്നത്. അയാൾക്കാണ് അത് കൈവശം വെക്കാനുള്ള അവകാശം. പൊസഷൻ thereof ആൻഡ് റിസീവ് ആൻഡ് റിക്കവർ ദി എമൗണ്ട്. ആ അതിലുള്ള എമൗണ്ട് റിസീവ് ചെയ്യാനും റിക്കവറി ചെയ്യാനും അധികാരമുള്ള, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് കൈവശം വെക്കാൻ അധികാരമുള്ള അയാളുടെ തന്നെ പേരുള്ള ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഹോൾഡർ എന്ന് പറയുന്നത്. എന്നാൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഹോൾഡറാണ് എന്നാണ്. കൈവശം വെക്കാനുള്ള എല്ലാ അർഹതയോടെയും കൈവശം വെക്കുന്ന ആളെയാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത്. ഹോൾഡർ മൈറ്റ് ഹാവ് ഒബ്റ്റെയിൻ ദ ഇൻസ്ട്രുമെൻറ്റ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ബട്ട് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് മസ്റ്റ് ഒബ്റ്റെയിൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ വാല്യുബിൾ കൺസിഡറേഷൻ. ഇതാണ് ഹോൾഡറും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് തമ്മിലുള്ള വ്യത്യാസം. ഹോൾഡർക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് കിട്ടുന്നത് ഒരു കൺസിഡറേഷൻ ഇല്ലാതെയാണ്. എന്നാൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് ആ ഇൻസ്ട്രുമെൻറ്റ് കിട്ടുന്നത് വാല്യുബിൾ കൺസിഡറേഷനോട് കൂടിയാണ്. അതായത് ഈക്വൽ വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ഫലമായിട്ടാണ് ആ ഇൻസ്ട്രുമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഹോൾഡർ ഒരിക്കലും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവണമെന്നില്ല. എന്നാൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് മസ്റ്റ് ബി എ ഹോൾഡർ. ഇതാണ് ഹോൾഡറും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സും തമ്മിലുള്ള വ്യത്യാസം. ഹോൾഡറിനെ കുറിച്ച് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 8 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 9. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മറ്റൊരു ഫീച്ചറാണ് പ്രോപ്പറായിട്ടുള്ള ടൈറ്റിൽ ഉണ്ടായിരിക്കണം എന്നത്. അടുത്തത് നോ നോട്ടീസ് ഓഫ് ട്രാൻസ്ഫർ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന, അങ്ങനെ നെഗോഷ്യബിലിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ഫറബിലിറ്റി ഉള്ള ഒരു ഡോക്യുമെൻ്റാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനൊരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഫീച്ചേഴ്സ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്